മതേതര രാജ്യത്തിന്റെ കറുത്ത ഏട്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 32 വർഷം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇന്ന് 32 വർഷം. 1992 ഡിസംബർ 6 രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരപ്രവർത്തികളിലൊന്നിന് സാക്ഷ്യം വഹിച്ച ദിനം. രാഷ്ട്ര ശരീരത്തിനേറ്റ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി ബാബരി മസ്ജിദ് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന രാഷ്ട്രീയ പദ്ധതിക്കൊടുവിലാണ് കോടതിയെപ്പോലും നോക്കുകുത്തിയാക്കി സംഘപരിവാരം പള്ളി പൊളിച്ചു വീഴ്ത്തിയത്. പള്ളി പൊളിച്ച് 32 വർഷം പിന്നിടുമ്പോഴും ആ കൊടും പാതകത്തിന്റെ പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ടില്ല. ബാബരി മസ്ജിദ് തകർത്തതിൽ ആസൂത്രണമോ ക്രിമിനൽ ഗൂഢാലോചനയോ തെളിയിക്കാനായില്ലെന്ന് പറഞ്ഞ് പ്രത്യേക കോടതി 32 പ്രതികളെയും വെറുതെ വിട്ടിരുന്നു. അയോധ്യയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ ധന്നിപ്പൂരിൽ പള്ളി നിർമ്മിക്കാൻ നൽകിയ സ്ഥലത്ത് ഇപ്പോഴും ഒരു നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല. 1992 ഡിസംബർ 6 സകല നിയമ സംവിധാനങ്ങളും നോക്കി നിൽക്കെ കർസേവർ പള്ളി പൊളിച്ചിട്ടത്. പള്ളി നിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉയർന്നെങ്കിലും കരം നൽകിയ ഭൂമിയിൽ പള്ളിയുടെ നിർമ്മാണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ബാബരി വീഴ്ത്തിയതോടെ പട്ടികയിലുള്ള കൂടുതൽ പള്ളികളിന്മേൽ അധീശത്വം സ്ഥാപിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് സംഘപരിവാർ. ഇപ്പോൾ അയോധ്യയോടെ പള്ളികളിലൂടെ മേലുള്ള സംഘപരിവാറിന്റെ അവകാശവാദം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പള്ളികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഗ്യാൻവാപ്പിയും മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദും കടന്ന് സംബൽ ഷാഹി ജമാ മസ്ജിദും അജ്മീർ ദർഗയും ഡൽഹി ജുമാ മസ്ജിദുമെല്ലാം കോടതി കയറുകയാണ്. 1991 ആരാധനാലയ സംരക്ഷണ നിയമം രാജ്യത്ത് നിലനിൽക്കുമ്പോഴും സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്ന മസ്ജിദുകളിൽ സർവേക്ക് അനുമതി നൽകുന്ന കോടതികളുടെ ഉത്തരവ് ആശങ്കപ്പെടുത്തുന്നതാണ്.